നമസ്കാരം. വി കെ പ്രശാന്ത് എംഎൽഎയുമായുള്ള തർക്കങ്ങൾക്കും അനുനയ നീക്കങ്ങൾക്കും ഒടുവിൽ ഓഫീസ് തുറന്നിരിക്കുകയാണ് ആർ ശ്രീലേഖ. ശാസ്തമംഗലത്ത് വി കെ പ്രശാന്തിന്റെ ഓഫീസിന് സമീപത്തുള്ള തർക്കസ്ഥലത്ത് തന്നെയാണ് ശ്രീലേഖ ഓഫീസ് തുറന്നിരിക്കുന്നത്. ഫേസ്ബുക്കിലൂടെയായിരുന്നു ഈ ഓഫീസ് തുറന്ന കാര്യം ശ്രീലേഖ അറിയിച്ചത്. ഒരു മുറിയെന്ന് പറയാനാകില്ലെങ്കിലും ചെറിയ ഒരിടത്ത് തന്നെ ഓഫീസ് തുടങ്ങിയിരിക്കുകയാണെന്നാണ് ശ്രീലേഖ പറഞ്ഞത്. ആത്മാർത്ഥതയുള്ള ഒരു ജനസേവകയ്ക്ക് ഇവിടെയും പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ശ്രീലേഖ ഇവിടെ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ജനസേവനം തുടങ്ങിയ ആദ്യ ദിനം തന്നെ നിരവധി പേരാണ് ഇവിടേക്ക് എത്തിയത്. ഉച്ചവരെ 18 പേർ കാണാനെത്തിയെന്നും അവരെ സഹായിച്ചതിൽ തൃപ്തിയുണ്ടെന്നും അത് മതിയെന്നുമാണ് ശ്രീലേഖ കൂട്ടിച്ചേർത്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ശ്രീലേഖയ്ക്ക് പ്രവർത്തിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു മുറിയല്ല കിട്ടിയതെന്ന തർക്കമൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നതാണ്. ശ്രീലേഖയുടെ വാക്കുകളിലെ ആ സത്യം തന്നെയാണ് മലയാളി വാർത്തയ്ക്കും അവിടെ കാണാൻ സാധിച്ചത്. വേസ്റ്റ് കൂമ്പാരത്തിനിടയിൽ 70-നും 75 സ്ക്വയർ ഫീറ്റിനുമിടയിലെ ആ ഓഫീസിലെ ആ കാഴ്ചകൾ ഇതാണ്. ഒരു 3 പേര് വന്നാൽ ഇടുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം, അത്തരത്തിൽ വളരെ ചെറിയൊരു മുറിയാണ് മാമിനെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ വിവാദ സമയത്തൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ബാത്റൂമിലാണ് ഡോക്യുമെന്റ്സ് വെക്കുന്നത് എന്ന്. നമുക്ക് അതും കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, പ്രശാന്ത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു ബാത്റൂമിലാണ് ഡോക്യുമെന്റ്സ് വെച്ചതെന്ന് പറഞ്ഞ് എന്ത് അടിസ്ഥാനമാണ് അതിനുള്ളത് എന്നത്. അതിന്റെ അടിസ്ഥാനമാണ് ഈ കാണുന്നത്. ഇതാണ് മാമിന് നൽകിയിരിക്കുന്ന ഒരു ഓഫീസിന്റെ സ്റ്റോർ റൂം എന്ന് പറയുന്നത്. അതായത് നമുക്ക് നോക്കിയാൽ കാണാം, ക്ലോസറ്റ് അടക്കമുണ്ട്. ഇത് ബാത്റൂം ആണ് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന്റെ താഴെ ഡോക്യുമെന്റ്സ് അതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ നമുക്ക് മാമിനോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. മാം, വളരെ സ്നേഹത്തോടെ ഒന്ന് ഈ ഓഫീസ് ഒന്ന് ഒഴിഞ്ഞു തരുമോ എന്നുള്ള ഒരു ചോദ്യം. അത് കഴിഞ്ഞിപ്പോ വിവാദം അടക്കമായിരിക്കുന്നു. മേയർ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ ആർക്കൊക്കെ ഏത് തരത്തിലാണ് കൊടുത്തത് എന്നുള്ള അന്വേഷണം അടക്കം നടത്തുന്ന സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പൊ ഔദ്യോഗികമായി ഈ ഒരു കസേരയിലേക്ക് വന്നിരിക്കുമ്പോ എന്ത് തോന്നി, ഈ ഒരു ഓഫീസിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ? വളരെ സൗഹാർദ്ദപരമായിട്ട് സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് ഞാൻ ഒഴിയാൻ പറ്റുമെങ്കിൽ ഒന്ന് പരിഗണിക്കണേ, ഉടനെ വേണ്ട, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെയുള്ള നിലയിൽ സംസാരിച്ച് വെച്ചത്. അദ്ദേഹം ഇത് ഇത്ര വലിയ ഒരു വിവാദമാക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല ഞാൻ. അതിനെന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യം കാണും അറിയില്ല. പക്ഷേ ഒരു കൗൺസിലർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഇല്ല ഇതിനകത്ത്, ബഹുമാന്യമായിട്ട് ജോലി ചെയ്യണമെങ്കിൽ. കാരണം എനിക്ക് മറ്റുള്ള ആൾക്കാർ, ഞാനൊരു സീനിയർ സിറ്റിസൺ ആണ്, ഒരു വനിതയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കിവിടെ മറ്റുള്ളവരെ പോലെ ഇങ്ങനെ ഓടി നടന്ന് സ്കൂട്ടറിൽ നടന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് അസുഖമുള്ളവർക്ക്, പ്രായമായിട്ടുള്ളവർക്ക്, വികലാംഗരായിട്ടുള്ളവർക്ക്, വീൽചെയറിലിരിക്കുന്നവർക്ക്, അവർക്കൊക്കെ ഞാൻ അങ്ങോട്ട് വീട്ടിൽ പോയി ചെയ്യും. അതൊന്നും ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് പോയി അവർക്ക് വേണ്ട സേവനം ചെയ്യും. പക്ഷെ ഇവിടെ എന്നെ കാണാൻ വരാൻ ആഗ്രഹിക്കുന്ന ചില പരിപാടികൾക്ക് ക്ഷണിക്കാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കാര്യം കൗൺസിലിലോ മറ്റ് സർക്കാർ ഓഫീസുകളിലോ പറയണം എന്ന് പറഞ്ഞ് വരുമല്ലോ. അപ്പൊ അവർക്ക് ഇവിടെ ഇന്ന് എഴുതണ്ടേ, എനിക്കൊരു കത്തെഴുതി അവരുടെ കൈ കൊടുത്തു വിടുമോ, അല്ലെങ്കിൽ ആ കൺസേൺഡ് ഓഫീസിൽ ഒരു കത്തെഴുതി കൊടുക്കുകയോ വിളിച്ച് പറയുകയോ ചെയ്യേണ്ട ഒരു സൗകര്യം. അപ്പൊ അങ്ങനെയുള്ള സൗകര്യമുള്ള സ്ഥലമല്ല. പിന്നെ ഇടയ്ക്ക് പെട്ടെന്ന് എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നിയാൽ എനിക്ക് എവിടെ പോകണം എന്നും അറിയില്ല. കാരണം ഈ ബാത്റൂം വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ മുഴുവൻ ഫയലും സാധനം വെച്ചത് കൊണ്ട് വെള്ളം പോലും ഇല്ല അതിനകത്ത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം. ഇപ്പൊ ഇവിടെ കുടിക്കാനായിട്ട് വെള്ളം കുടിക്കാനുള്ള ഒരു സംവിധാനം, കുടിക്കാൻ വെള്ളം വെക്കാനുള്ള സംവിധാനം, അങ്ങനെ ആരെങ്കിലും വന്നാൽ ഒരു ചായ കൊടുക്കാനുള്ള സംവിധാനം അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ഈ ഒരു 80 സ്ക്വയർ ഫീറ്റ് ആണ് എന്നാണ് തോന്നുന്നത്. 80 ആണ്, ബാത്റൂം ഉൾപ്പെടെയാണ് 100 എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഇതുപോലെയുള്ള ഒരു മുറിയുടെ വളരെ പ്രയാസമായിരിക്കും, ശ്വാസം മുട്ടും. അപ്പുറത്തെ റിസപ്ഷൻ ഏരിയയിലും എംഎൽഎയുടെ മുറിയിലും ഒക്കെ AC വെച്ചിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ അതും ഇല്ല. അപ്പൊ അതൊക്കെ കൊണ്ട് ഒരു AC എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സൗകര്യമായിരുന്നു. പക്ഷെ അതും ഇല്ല. അപ്പൊ ഇതിന്റെ ഇത്രയും കോർപ്പറേഷൻ അതിന്റെ ചെലവൊക്കെ വഹിച്ച് അതിന്റെ കറന്റും വാട്ടർ ചാർജും ഒക്കെ കൊടുത്തിട്ട് കൗൺസിൽ ബിൽഡിങ് കൗൺസിലർക്ക് വേണ്ടി അലോട്ട് ചെയ്ത ഫസ്റ്റ് ഫ്ലോർ. പക്ഷെ കൗൺസിലർക്ക് ഇവിടെ വെള്ളമില്ല, കറന്റ് ഇല്ല, AC ഇല്ല, ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത് മുഴുവനും മറ്റ് 350 സ്ക്വയർ ഫീറ്റ് എടുത്തിരിക്കുന്ന ആളാന്നൊക്കെ ഉള്ള ഒരു കാര്യം നമ്മൾ കാണുമ്പോൾ ബുദ്ധിമുട്ട് കാണുമല്ലോ. കൂടാതെ പണ്ട് ബിന്ദു എന്ന് പറയുന്ന കൗൺസിലർ ഇരുന്ന സ്ഥലമാണ് ആ ഫുൾ ഏരിയ. ഇത് ബാത്റൂമിന്റെ ആന്റി റൂം എന്ന് പറയുന്ന സ്ഥലമാണ്. ശരിക്കും ഇതാണ് സ്റ്റോറേജ് റൂം. നിങ്ങൾ നോക്ക്, മുകളിലെ സ്റ്റോറേജ് ചെയ്യാനുള്ള സ്ഥലം ഇവിടെയാണ്. ഷെൽഫ് ഇട്ട് സ്റ്റോറേജ് റൂമും റെസ്റ്റ് റൂമും, പിന്നെ അതാണ് ബാത്റൂം. അതൊരു ഹോളായിട്ട് ബിന്ദു ഇരുന്നിരുന്ന സ്ഥലമാണ്. പക്ഷെ സംഭവം പ്രശാന്ത് വന്നതിന് ശേഷം അത് അദ്ദേഹം കൈയടക്കി എന്ന് പറയുന്നത് തന്നെയാണ് ശരി. അത് പറയുന്നത് ഇനി വിവാദമാകുമോ എന്ന് എനിക്കറിയില്ല. എന്ത് പറഞ്ഞാലും വിവാദമാണല്ലോ. അദ്ദേഹം അതൊരു പാർട്ടീഷൻ ചെയ്ത് 2 AC ഒക്കെ വെച്ച് ഇരിക്കുന്നു സ്വസ്ഥമായിട്ട്.
അപ്പോ കൗൺസിലർ ഇവിടെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ബിന്ദുവിന് ശേഷം ആരും ഇരുന്നിട്ടില്ല. മസൂദൻ നായർ വന്നിരുന്ന് അങ്ങനെ ജോലി ചെയ്യുന്ന ഒരു ശീലം ഇവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, ഞാനൊരു 2 മാസത്തേക്ക് ശ്രമിച്ചു, പറ്റാത്തതുകൊണ്ട് നിർത്തി എന്ന് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞങ്ങള് രാവിലെ തന്നെ വന്നിട്ട് മാം ഇവിടെ വന്നോ, പ്രശാന്ത് സാർ വന്നോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോ പറഞ്ഞത് പ്രശാന്ത് സാർ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ഉണ്ടാവും, ഒരു നിശ്ചിത സമയത്ത് സ്ഥിരമായിട്ട് ഉണ്ടാവും. ശ്രീലേഖ മാം ആണെങ്കിലും ഇതിനു മുമ്പുള്ള BJP കൗൺസിലർ ആണെങ്കിലും അവർ വരുന്നോ പോകുന്നോ എന്നുള്ളത് ഞങ്ങളാരും കാണാറില്ല എന്നുള്ളൊരു പ്രതികരണം ഉണ്ടായിരുന്നു. എന്ത് തോന്നുന്നു അങ്ങനെയൊക്കെ കേൾക്കുമ്പോ? അവരെ വരാൻ സമ്മതിക്കാറില്ലാത്ത കാരണം നിങ്ങൾ അറിയാം, ഇവരുടെ ഓഫീസിന്റെ അകത്തൂടെ കയറിയാ വരേണ്ടത്. പുറത്തിരിക്കുന്ന ഈ 2 ബൗൺസർമാരെന്നുള്ള വാക്ക് ഉപയോഗിക്കാനാണ് എനിക്ക് തോന്നുന്നത്. അവരിയ്ക്കുമ്പോ അവരുടെ ഇടയിലൂടെയുള്ള ഒരു സ്ഥലത്തിൽ കൂടെ വേണം എന്റെ ഓഫീസിലേക്ക് വരാൻ. അപ്പൊ പ്രശാന്തിന്റെ ഓഫീസിന്റെ നടുക്കൂടെ കയറി വരുന്ന ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും പഴയ കൗൺസിലർമാർ വരാത്തത്. പക്ഷെ എനിക്കിവിടെ നിന്ന് ജോലി ചെയ്യാൻ പറ്റും. ഞാൻ രാവിലെയും വരും, ഉച്ചയ്ക്കും വരും. കുറച്ച് സമയം 1.5-2 മണിക്കൂറെങ്കിലും വരും. ബാക്കി സമയങ്ങൾ എനിക്ക് പല പരിപാടികളുണ്ട്. നേരത്തെ ഇത് ഒരു അക്ഷയ കേന്ദ്രമോ സാക്ഷരതാ മിഷനോ അല്ലാണ്ട് പണ്ട് കൗൺസിലർ അവിടെ ഇരിക്കുമ്പോൾ ഇതിവിടെ സാക്ഷരതാ മിഷനോ അക്ഷയ കേന്ദ്രമോ എന്തോ വെളിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ കഴിഞ്ഞ ദിവസം പ്രശാന്ത് സാറ് പ്രതികരിച്ചത് കണ്ടോ എന്നറിയില്ല. എങ്കിൽ പോലും പറയുന്നത് ഇപ്പോ മേയർ കസേര കിട്ടാത്തതിന്റെ ഒരു അഹങ്കാരം അല്ലെങ്കിൽ ദേഷ്യം തീർക്കുകയാണ്. പിന്നെ ഇതിനു മുമ്പ് മാമിന്റെ ഒരു പൊസിഷനൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു പൊസിഷനൊക്കെ വെച്ചിട്ട് ശ്രീലേഖയ്ക്ക് അഹങ്കാരമാണ് എന്ന തരത്തില് പൊതുവെ നേതാക്കന്മാർ പ്രതികരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പൊതുജനങ്ങളും ചോദിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ ഒരു വലിയൊരു വിവാദത്തിലേക്കൊക്കെ കൊണ്ടുവിടുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവരോടൊക്കെ എങ്ങനെയാണ് മറുപടി പറയുന്നത്? അവരോടൊന്നും എനിക്ക് മറുപടി ഇല്ല. അവരവരുടെ ഭാഷയിൽ പറയും, ഞാൻ എന്റെ ഭാഷയിൽ സൗമ്യമായിട്ട് പറയുന്നു. എനിക്ക് ഇരിക്കാനുള്ളൊരു വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം തരും. ഒരു വനിതയാണ്, ഒരു വനിതാ കൗൺസിലറായിട്ട് വന്ന സ്ഥിതിക്ക് എനിക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസരം ആസ് എ ജനപ്രതിനിധി, ഒരു MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു പരിഗണന ആവശ്യപ്പെട്ടുകൊണ്ട്, ഒരു MLA ആണല്ലോ, ജനസേവനമാണല്ലോ അദ്ദേഹത്തിന്റെ കർത്തവ്യം. അപ്പൊ ഞാനും ആ ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് പെടുത്തിക്കൊണ്ട് എന്നെയും കൂടെ ഒരു സേവനം ചെയ്ത് തന്നൂടെ എന്നുള്ളൊരു അഭ്യർത്ഥന നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഷയിലും രീതിയിലും അത് പ്രതികരിച്ചു. അതന്നെ, അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. എന്തായാലും വളരെ ആത്മാഭിമാനത്തോടെ തന്നെയാണ് മാം ഇവിടെ നിൽക്കുന്നത്. സാഹചര്യങ്ങൾ, പരിമിതികൾ ഒരുപാടുണ്ട്. ഇപ്പോ ബാത്റൂമിന്റെ കാര്യമൊക്കെ നോക്കുമ്പോൾ നമുക്ക് അത് പറയുന്നതിനും അപ്പുറത്തേക്കാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മാം ഒരു സ്ത്രീയാണ്. അപ്പോൾ ബാത്റൂം എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരു ഓഫീസ് റൂം തയ്യാറായിരിക്കുന്നത്.